ബംഗാളി നടിയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം നടപടിയെടുക്കാനാവില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രേഖാമൂലം പരാതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. രഞ്ജിത്ത് മികച്ച കലാകാരനാണ്. ഇപ്പോൾ പരാതി പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നേരത്തെ വിവരാവകാശ കമ്മീഷനിൽ പരാതി നൽകാതിരുന്നതെന്നും ചോദിച്ചു. ഏതെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അത് ആ സമയത്ത് തന്നെ പറഞ്ഞിരിക്കണമെന്ന് നിയമമൊന്നും ഈ നാട്ടിലില്ലല്ലോ സാർ എന്നതാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അങ്ങ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുമായി പൊരുത്തപ്പെടാതാകാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മിനിസ്റ്റർ ചിന്തിക്കണമെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. നമുക്കിപ്പം റോഷിപാൽ ചേരും. റോഷിപാൽ ചേരുന്നതിന് മുൻപ് നമുക്ക് കേൾക്കാം പ്രതികരണം. മന്ത്രി സംസാരിക്കേണ്ട കാര്യങ്ങൾ മന്ത്രി എന്നൊരു ഔദ്യോഗികമായ കാര്യങ്ങൾ അതൊക്കെ ചിലപ്പോൾ സംസാരിച്ചിരുന്നിരിക്കും. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേലല്ലേ പറ്റൂ. റോഷിപാൽ ചേരുന്നുണ്ട്. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വീണ്ടും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ എടുക്കുന്നത്. ഗുരുതര ആരോപണമാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ നടപടി മതിയോ? എങ്ങനെയാണ് ഈ പ്രതികരണത്തോട്, ഈ നടിയുടെ വെളിപ്പെടുത്തലിനോട് മറ്റുള്ളവർ പ്രതികരിക്കുന്നത്? മന്ത്രി വളരെ തിടുക്കപ്പെട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നതിൻ്റെ കാരണം എന്താവും? സമാനമായ പ്രതികരണങ്ങൾ ഈ രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോഴും ഇതേ വകുപ്പ് മന്ത്രി തന്നെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ റോഷിപാൽ? മന്ത്രി സജി ചെറിയാൻ അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് സംരക്ഷണത്തിന് കോട്ട തീർക്കുകയാണ്. ഇന്നലെ ഈ നടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നടിയുടെ സുഹൃത്തുക്കൂടിയായ സംവിധായകനടക്കം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഈ നടി കൊച്ചിയിൽ വെച്ച് ഈ സിനിമയുടെ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് രഞ്ജിത്തിൻ്റെ ഭാഗത്ത് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ആ വെളിപ്പെടുത്തൽ വന്നപ്പോൾ നടിക്ക് പിന്തുണ നൽകുന്നതിന് പകരം ആരോപണ വിധേയനായ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവർ പരാതി കൊണ്ടുവന്നാൽ നടപടിയെടുക്കും എന്നതിനപ്പുറത്തേക്ക് ആ ഇരക്കൊപ്പം നിൽക്കുമെന്ന ഒരു അതിജീവിതക്കൊപ്പം എന്ന ഒരു പ്രഖ്യാപനത്തിന് ഇപ്പോഴും മന്ത്രി സജി ചെറിയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇപ്പോഴും ഇവർ ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ബംഗാളി നടി പ്രശസ്തിയായ ബംഗാളി നടി കൂടിയാണ്. അവർ ഇവിടെ എത്തി ഈ ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത് ഇതിന് ശേഷമാണ് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത്. അത് രഞ്ജിത്ത് ആരോപണം തള്ളുമ്പോൾ പോലും ഇപ്പോഴും ഈ ആരോപണത്തിൽ ഈ നടി ഉറച്ചു നിൽക്കുമ്പോൾ മന്ത്രി ആ പരാതി വന്നാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന് പറയുമ്പോൾ രഞ്ജിത്തിൻ്റെ ന്യായവാദം അത് പൂർണ്ണമായും മന്ത്രി അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത് ഇത് നിഷേധിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. രഞ്ജിത്ത് നിഷേധിച്ചു, അതുകൊണ്ട് തന്നെ ഇനി അതിൽ പരാതി വരട്ടെ, അപ്പോൾ നിയമ നടപടി വന്നോളും എന്ന നിലപാടിലേക്ക് എത്തുന്നു. എന്തായാലും ഇതുവഴി മന്ത്രിയുടെ പ്രസ്താവന വഴി ഒന്നുറപ്പായി രഞ്ജിത്തിനെതിരെ, അക്കാദമി തലപ്പത്തുള്ള രഞ്ജിത്തിനെതിരെ ഒരു നടപടിയും ആ അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. അക്കാദമി തലപ്പത്ത് രഞ്ജിത്ത് തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനിടയിലാണ് അക്കാദമി അംഗമായ അരുൺ ഈ വിഷയത്തിൽ രഞ്ജിത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത്. അക്കാദമിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അരുണിൻ്റെ പ്രസ്താവന. അരുൺ കുമാർ.